ഗൈസ് നമ്മളപ്പോൾ സൺഫ്ലവർ ഫാമിൻ്റെ ഉള്ളിലോട്ട് കടക്കുകയാണ് ഗൈസ്. ഇതെന്തുവാണെന്നറിയാമോ, നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ 4 അഡൽട്ട്സും 3 കിഡ്സും എടുത്തു. അപ്പോഴവർ ഞങ്ങൾക്കൊരു ഫ്രീ ഷേവ്ഡ് ഐസിൻ്റെ കൂപ്പൺ തന്നു. അപ്പോൾ അത് അവിടെ കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ അത് ഇവർ കഴിക്കാനാണ് ഗൈസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല വലിയ വലിയ സൺഫ്ലവറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങൾക്കും കാണിച്ചു തരാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് നല്ല ചില്ലായിട്ട് വരാം ഗൈസ്. ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് നല്ലൊരു ക്ലൈമറ്റ് ഗൈസ്. നമ്മൾ സാധാരണ എപ്പോൾ വന്നാലും ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ടയർഡാവും, കയറുമ്പോൾ തന്നെ ടയർഡാവുന്നൊരു ഇതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുക ഗൈസ്. എന്ത് പറയാനാണ് ഗൈസ്, ഫുള്ള് സൺഫ്ലവർ, കണ്ണ് എത്ര ദൂരം വരെ സൺഫ്ലവർ, ഒരു രക്ഷയില്ല. ഓക്കെ, നമ്മൾ ഈ ലൈഫൊക്കെ എപ്പോഴും എൻജോയ് ചെയ്യണം ഗൈസ്. ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതൊക്കെ പോയി കാണുക തന്നെ ചെയ്യണം. ഏതോ ഒരു വണ്ടി എനിക്ക് ദേഷ്യം സൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പോവുക, എൻജോയ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബീസ് ഇടയ്ക്കിടയ്ക്ക് പറക്കുന്നതൊക്കെ കാണുമല്ലോ. ഭയങ്കര തേനീച്ചകളുടെ ശല്യമുണ്ട്. നമ്മളെ കടിക്കുമോ എന്ന് എനിക്കറിയില്ല. കടി കിട്ടുന്നത് വരെ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യും ഞാൻ. ചെയ്തു നോക്ക് ചായ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺഫ്ലവർ അല്ലേ ഇത്, നല്ല സുന്ദരി ഫ്ലവർ. കണ്ട ഗൈസ്, ബാൻജോ നല്ല സ്റ്റൈലായിട്ട്. ഞങ്ങൾ സിനിമയിലെടുത്തു അല്ലേ ബാൻജോന്. ഇതാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. ഞങ്ങള് ഇവിടെയാണ് വന്ന. ഇവിടെയാണെങ്കിൽ റാസ്ബെറി ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സൺഫ്ലവർ ഫാമിൽ വന്നു. അപ്പം നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കും. അപ്പം നമ്മളാണെങ്കിൽ സൺഫ്ലവറും കൂടെ പറിച്ചിട്ട് പോകും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും. പക്ഷേ ലോങ് ടൈം എടുക്കും. അപ്പം ദാണ്ടേ ഗൈസ് സൺഫ്ലവർ ഫാമിൽ തന്നെ നമ്മുടെ റാസ്ബെറി ഒത്തിരി ഉണ്ട് കേട്ടോ ഗൈസ്. സൂം ചെയ്യിച്ചായ കണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് റാസ്ബെറി പറിച്ച് കഴിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ആപ്പിൾ തോട്ടത്തിലൊക്കെ പോയിട്ട് ആപ്പിളൊക്കെ പറിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നമ്മൾ സ്ട്രോബെറി ഇതൊക്കെ നല്ലപോലെ കഴിക്കണം, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ പുഴുവൊക്കെ കാണും എന്നുള്ള സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതെന്തായാലും നല്ലതാണ്, കാരണം തണ്ടോട് കൂടെ കിട്ടിയതാണ്. സോ ഇത് നല്ലതാണ്. ബട്ട് എങ്കിലും എനിക്ക് വാഷ് ചെയ്യാതെ ഇതൊന്നും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല ഗൈസ്. ഇത് നല്ലതാണ്, കഴിച്ചൊക്കെ ഗൈസ്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാൻജോക്ക് കൊടുക്കാം. ബാൻജോ കഴിച്ചു നോക്കാം. അതിനകത്ത് പുഴുവുണ്ട് കണ്ടോ. കൊള്ളാമോ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഓക്കെ ഗൈസ്, മാജോ അങ്ങനെയൊന്നും പറിച്ച് കഴിക്കരുത്, മമ്മി എടുത്തു തരും. ഇതിനകത്ത് എന്തോന്നോ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഇത്രയും കഴിച്ചോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നമുക്കൊരിത് കിട്ടിയില്ല. അതിനകത്ത് കുറേ എടുത്തിട്ട് വീട്ടിൽ അതൊന്നും കണ്ണി കണ്ടോന്നെടുത്ത് കഴിക്കില്ലേ ഗൈസ്. ഇവിടെ വരുമ്പോഴേക്കും ഇതേത് പൂവെന്നറിയാവോ? ഡാലിയയാ? എനിക്ക് അടി കിട്ടുമോ എന്നിട്ട് ഇത് പറഞ്ഞിട്ട്? ഇതേത് പൂവെന്നറിയത്തില്ല. ഭൂമിക്ക പറയുന്നു ഡാലിയെന്ന്. സോ ഇതെവിടെ? സിസേഴ്സ് എവിടെ?
കട്ട് ബെൻ കട്ട് ബെന്ന് കട്ട് ചെയ്യുന്നൊന്ന് സൂം ചെയ്യോ? ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് കളർ ഫ്ലവറാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ റോസ് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. വായിച്ചേ നിക്ക് ഈ ഒരു ഇതിൻ്റെ പിടിച്ചോ ഗൈസ്. നല്ല മനോഹരമായ ഫ്ലവേഴ്സ് ഗൈസ്. ഇപ്പം നമുക്ക് തോന്നാം ഇതിലൊക്കെ എന്തിരിക്കുന്നത്, ബട്ട് നമ്മളെപ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കണം. ഇതൊക്കെ ആസ്വദിക്കാനായിട്ടാണല്ലോ ദൈവം നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ലോകവും അതിൽ ഇതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നറിയപ്പെടുന്ന പല പല മനോഹരമായ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോയിട്ട് പോസിറ്റീവ് ആവുന്നൊരു ഫീലാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമ്മുടെ ബെന്നിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ ഇവിടെ ഇരുന്നത്, ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ബെന്നിൻ്റെത് ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ഫോട്ടോ എടുത്തിട്ട് അതുപോലെ ആയിരിക്കുമോ എന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കും. ബെന്നെ പോയിരിക്കും ഒരു ഫോട്ടോ എടുക്കട്ടെ. എടാ ഇതൊക്കെ വാടിയ പൂ ഗൈസ്, വാടിയ പൂ ഏത് നല്ല പൂ ഏതെന്നും ബെന്നിന് അറിയത്തില്ല. വാടിയ പൂ പറിച്ചു വെച്ചേക്കുന്ന കണ്ടാ, 2 എണ്ണം പറിച്ച് 2 വാടിയിട്ടുള്ളതാ. പൊക്കെ പോയി ഇരിക്കും, ഡാഡി ഫോട്ടോ എടുക്കട്ടെ. ഗൈസ് ഞാൻ ഇവിടെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. കാരണം എനിക്ക് വ്ളോഗ് എടുത്തിട്ട് ഇവിടുത്തെ ഇതൊന്നും നന്നായിട്ട് കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ എനിക്ക് പേഴ്സണലി ആസ്വദിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഗൈസ്, എപ്പോഴും ഇത് തന്നെ. ഇനി എന്തെങ്കിലും അങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് റീൽസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബൈ.